എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന പുല്ലുവിള ഇടവക ദേവാലയത്തിൽ ഈ വർഷം നിർമ്മിച്ച പുൽക്കൂടിന്റെ മുൻപിലാണ്. കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന പുൽക്കൂടുകളുടെ ഒരു മോഡലിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ വർഷം പുൽക്കൂടിന്റെ മുഴുവൻ ചൈതന്യവും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അങ്ങ് നസറത്തിൽ നിന്നും ബത്ലഹേമിലേക്കുള്ള ആ യാത്ര അതിന്റെ പൂർണ്ണതയിൽ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. തീർച്ചയായും കുന്നുകളും താഴ്വാരങ്ങളും മലയോരങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ വാതിൽ മുട്ടി ലഭിക്കാത്ത ഉണ്ണിയുടെ ജനനത്തിന് വേണ്ടി ഇതാ പുൽക്കൂട്ടിൽ ഒരു ജനനത്തിന് സാധ്യത ഒരുക്കി. കാലിക്കൂട്ടങ്ങൾ മേയുന്ന ഉറങ്ങുന്ന ഇടത്ത് ഉണ്ണീശയ്ക്ക് ജനിക്കുവാനുള്ള ഒരിടം സജ്ജമാക്കപ്പെട്ടു. പ്രപഞ്ചത്തെ മുഴുവനും ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ദൈവം ഒരു വാക്കുകൊണ്ട് തന്നെ തന്റെ ജനനത്തിന് സാധ്യതയുള്ള ഇടമൊരുക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ ഹൃദയവാതിലുകൾ മുട്ടി നമ്മുടെ പെർമിഷന് വേണ്ടി, അനുവാദത്തിന് വേണ്ടി ദൈവം ഓരോ വാതിലുകളും മുട്ടാൻ തുടങ്ങി. ഒടുവിൽ ആരും വാതിൽ തുറന്നില്ല. ഇപ്പോൾ ഇവിടെ വളരെ മനോഹരമായ ഈ ദൃശ്യം നമുക്ക് കാണാനായി സാധിക്കുന്നു. ഒടുവിൽ കാലിത്തൊഴുത്തിലാണ് ഈശോയ്ക്ക് ജനനത്തിനുള്ള സാധ്യത ഒരുങ്ങിയത്. തീർച്ചയായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഇടവകയിലെ യുവജനങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇത്രയും മനോഹരമായ ഒരു പുൽക്കൂട്, ഒരു ദൃശ്യം ബത്ലഹേമിന്റെയും കാലിത്തൊഴുത്തിന്റെയും എല്ലാം വളരെ മനോഹരമാക്കി ചിത്രീകരിച്ച നമ്മുടെ ഇടവകയിലെ തന്നെ കലാകാരന്മാർക്ക് ഇടവകയുടെ നാമത്തിൽ ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ. നന്ദി.